നല്ല നല്ല സിനിമ, നല്ല നന്നായിട്ടുണ്ട്. എന്താ പറയാ, നമുക്ക് ഒരു ഈ ഒരു ഇപ്പൊ ത്രില്ലറിലാണല്ലോ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു വെറൈറ്റി ത്രില്ലറാണ്, ഒരു ബാങ്കിങ് ആയിട്ടുള്ള സംഭവമാണ്. ഫാമിലി എന്റർടൈൻമെന്റ് എല്ലാവരും നന്നായിട്ട് ചെയ്തു. ഒരു ലാഗ് ഇല്ലാതാണ് ഇതുവരെ പോയിരിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് ഞാൻ്റെ ഒരു വെറൈറ്റി മൂവാണ്, നന്നായിട്ടുള്ള ഒരു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. പിന്നെ പുതിയ ഒരു ഡയറക്ടർ ആണെങ്കിൽ പോലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നന്നായിട്ട് മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് സിനിമയുടെ ഒരു പിന്നെ ഉറപ്പായിട്ടും ഒരു എല്ലാവരും നന്നായിട്ട് മേക്കിങ്ങിൽ എല്ലാവരും നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റി. ഒരാളെ പോലും കുറഞ്ഞ രീതിയിലല്ലാണ്ട് സിനിമ എന്താ പറയാ, ഒരു ത്രില്ലർ എന്നതിലുപരി ഒരു ഫാമിലി എന്റർടൈൻമെന്റ്, പിന്നെ ഈ കാലഘട്ടത്തൊക്കെ ഇറക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ്. ഇപ്പോൾ 2 വർഷത്തോളമായി ഈ സിനിമ എടുത്തിട്ട്, എങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് എടുത്ത സിനിമ ഈ സമയത്ത് നമുക്ക് എഫക്ട് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു വലിയൊരു ഇതാണ്. അത്രയും നല്ലൊരു ത്രില്ലറായിട്ടാണ് ഇറക്കിയത്. എനിക്ക് സ്റ്റോറി സ്ക്രിപ്റ്റാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയേക്കുന്ന ഇതും, അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഒരു എന്താണ് നല്ലൊരു ബുദ്ധിജീവിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ത്രില്ലറായിട്ട് മേക്കിംഗ് ആയിട്ട് ചെയ്തേക്കാണ്. അതിൽ തന്നെയാണ് ഈ സിനിമയുടെ ഒരു വിജയമായിട്ട് കാണുന്നത്. നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല അടിപൊളി. തീർച്ചയായിട്ടും പാർട്ട്നേഴ്സ് എന്ന ചിത്രം വിജയപാതയിലേക്ക് ഒരു വരുന്നൊരു ചിത്രമായിരിക്കും. കലാഭവൻ ഷാജോൺ, അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, കുറച്ച് ആർട്ടിസ്റ്റുകളുള്ളൂ, പക്ഷേ നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. പുതുമുഖ സംവിധായകനാണെന്ന് തോന്നുന്നു. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഒരു ത്രില്ലർ മൂഡിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ ഒരു ചിത്രം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ധ്യാന്റെ നല്ലൊരു പെർഫോമൻസ് ആണ്. ധ്യാൻ നല്ല അച്ചടക്കത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ഒരു കഥാപാത്രം ഭദ്രമാണെന്നുള്ള ഞാൻ പറയാം. അതേപോലെ തന്നെ കലാഭവൻ ഷാജോന്റെ കഥാപാത്രം മികച്ചതാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഇത് അതിന്റെ കഥ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. കഥ നമ്മുടെ ഇങ്ങനെയൊക്കെ നടക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എവിടെയായാലും. തീർച്ചയായിട്ടും ആ ഒരു കഥയെ സിനിമ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോയിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഒരു വിജയം. തീർച്ചയായിട്ടും ഈ ഒരു സംവിധായകൻ ഇനി ഒരുപാട് ചിത്രങ്ങൾ എടുത്ത് നമ്മളെ ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ചിത്രമാണ് നല്ല പടം, നല്ല പടം, നല്ലൊരു മേക്കിംഗ് ആണ്. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ആ ഹേസ്റ്റ് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് നമ്മളങ്ങനെ അങ്ങനെ കാണാറില്ലല്ലോ. അപ്പം നമ്മളൊരു ഗ്രാമീണം ഒരു പശ്ചാത്തലത്തിൽ ആ ഹേസ്റ്റ് വന്നിട്ട് പിന്നെ അത് നല്ലൊരു കോമ്പിനേഷൻ, നല്ലൊരു ന്യൂവും ഓൾഡും ടച്ച് ആയിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ്റെ റോൾസ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ചെയ്യാത്തൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. ശരി, നല്ല പടം, കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ലൊരു ക്രൈം ത്രില്ലർ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ചും സംവിധാനം, ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു ഫീൽ അല്ല, ഒരു എക്സ്പീരിയൻസ് ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന ഒരു ഫീൽ തന്നെയാണ് സിനിമ. നല്ല പടം, എല്ലാവരും അഭിനയിച്ച എല്ലാവരും ഒന്നിനൊന്നും വെച്ചും നല്ല കഥാപാത്രം. ശരിക്കും നമ്മൾ വളരെ പ്രതീക്ഷയിലായിരുന്നു. 2-2.5 വർഷം മുമ്പ് തീർത്തൊരു പടമാണ്, കൊച്ചു പടമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിലേസ് ഒക്കെ ഉണ്ടായി. ഇവിടെ തിയേറ്റർ കിട്ടില്ല, വലിയ വലിയ പടങ്ങൾ വരുമ്പോൾ നമുക്ക് തിയേറ്റർ കിട്ടാതെ വരിക, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് റിലീസായ സിനിമയാണ്. അപ്പോൾ നിനക്ക് മണി ഹേസ്റ്റ് പരിപാടികൾ, ധാരാളം പടങ്ങൾ നമുക്കിപ്പോൾ ഫിംഗർ ടിപ്പിൽ സിനിമകളുണ്ട് അല്ലേ, ധാരാളം ലാംഗ്വേജിലെ സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ കൊച്ചു പടം വളരെ എൻഗേജിങ് ആണ്. എനിക്ക് വർക്കായത് ശരിക്കും സെക്കൻഡ് ഹാഫാണ് എനിക്ക് ശരിക്കും വർക്കായത്. ഞാൻ ആ സിനിമയിലെ ഭാഗമാണെങ്കിലും നേരത്തെ ചോദിച്ചതുപോലെ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണല്ലോ അതിൻ്റെ എനിക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഭയങ്കര വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, വളരെ രസമായിട്ട് പോകുന്ന ഒരു സസ്പെൻസ് പരിപാടി. നിങ്ങൾ ഇതുവരെ കണ്ടില്ലേ പടം? അതിനല്ലേ അഭിപ്രായം? ബാക്കി നമുക്ക് നോക്കാം, പ്രേക്ഷകർ കണ്ട അഭിപ്രായം. താങ്ക് യു സോ മച്ച്.